കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനം ജനുവരി 19-20 തീയതികളിലായി നടക്കും. മലപ്പുറം റൂബി ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം ഒരുക്കുക. 20-ന് രാവിലെ DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് VS ജോയി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് KP പ്രശാന്ത് അധ്യക്ഷനാകും. KPCC ജനറൽ സെക്രട്ടറി KP നൌഷാദ് അലി മുഖ്യപ്രഭാഷണം നടത്തും. സംസ്ഥാന ഭാരവാഹികളായ ഡോക്ടർ R രാജേഷ്, ബീന പൂവത്തിക്കൽ, PK സുബൈർകുട്ടി, C ബ്രിജേഷ്, ഡോക്ടർ ബാബു വർഗീസ്, ജില്ലാ മഹിളാ കോൺഗ്രസ് അധ്യക്ഷൻ ഷഹർബാൻ തുടങ്ങിയവർ സംസാരിക്കും. സമ്മേളനത്തിന് തുടക്കം കുറിച്ച് 19-ന് രാവിലെ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തും. വൈകുന്നേരം 4 മണിക്ക് നിലവിലെ ജില്ലാ കൗൺസിൽ യോഗം ചേരും. 20-ന് ഉച്ചയ്ക്ക് സംഘടിപ്പിക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന അധ്യക്ഷൻ KC സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ ഉപാധ്യക്ഷൻ K സുധീർ അധ്യക്ഷനാകും. ഉച്ചയ്ക്ക് 2-ന് നടക്കുന്ന സംഘടനാ ചർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി B ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യും. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ 40ാമത് ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ 4 ജില്ലകൾ, കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് എന്നിങ്ങനെ 4 ജില്ലകളിലെ സമ്മേളനം കഴിഞ്ഞ് 19-20 തീയതികളിലാണ് മലപ്പുറം ജില്ലാ സമ്മേളനം ആരംഭിക്കുന്നത്. അപ്പൊ അതിന്റെ ഷെഡ്യൂള് നിങ്ങൾക്ക് തന്നിട്ടുള്ള പോലെ തന്നെ 19-ാം തീയതി തിങ്കളാഴ്ച രാവിലെ ജില്ലാ പ്രസിഡന്റ് പതാക ഉയർത്തുന്നതോടെ പരിപാടി തുടങ്ങി. അന്ന് ഒരു ജില്ലാ കൗൺസിലാണ് ഉണ്ടാവുന്നത്. അതിന്റെ അടുത്ത ദിവസമാണ് നമ്മളെ ഉദ്ഘാടന സമ്മേളനം. 20-ാം തീയതി ആര്യാടൻ മുഹമ്മദ് നഗറിന് പേരിട്ട് വിളിക്കുന്ന നമ്മുടെ റൂബി ലോഞ്ച്, അവിടെ വെച്ചിട്ടാണ് നമ്മളെ ഉദ്ഘാടന സമ്മേളനം. പ്രിയങ്കരനായ DCC അധ്യക്ഷൻ VS ജോയി ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ KP നൌഷാദ് അലി മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നു. KC സുബ്രഹ്മണ്യൻ, B ഗോപകുമാർ, ഡോക്ടർ R രാജേഷ്, നമ്മുടെ ജില്ലയിലെ സംസ്ഥാന ഭാരവാഹികളായ C ബ്രിജേഷ്, ഡോക്ടർ ബാബു വർഗീസ് ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കളും ജില്ലാ ഭാരവാഹികളും ഒക്കെ പങ്കെടുക്കുന്നു. ഈ ജില്ലാ സമ്മേളനത്തിന് ഒരു കാലിക പ്രാധാന്യമുണ്ട്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പല മുഖ്യധാര മാധ്യമങ്ങളും ഒരു മെയിൻ ഹെഡ്ലൈനായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, സർക്കാർ ജീവനക്കാരുടെ DAയുടെ മുൻകാല പ്രാബല്യം നിഷേധിച്ചു, അല്ലെങ്കിൽ മുൻകാല പ്രാബല്യത്തിന് ജീവനക്കാർക്ക് അർഹതയില്ല എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ മാധ്യമങ്ങളും, മനോരമ മാധ്യമം ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. അത് സ്വാഭാവികമായിട്ടും വളരെ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് പത്ര മാധ്യമ സുഹൃത്തുക്കളാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. കാരണം വിവിധ സർവീസ് സംഘടനകൾ ഈ DA കുടിശ്ശിക കിട്ടാത്തതോടനുബന്ധിച്ച് കോടതിയിൽ പോയപ്പോൾ അത് സർക്കാർ ഒരു അഫിഡവിറ്റ് നൽകിയതാണ്. കാരണം ഇതുവരെയുള്ള ചരിത്രത്തിൽ മുഴുവൻ DA പ്രഖ്യാപിക്കുമ്പോൾ അത് എന്ന് മുതലാണ് എന്നുള്ളത് കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്തിട്ടാണ് ആ DAയുടെ ഉത്തരവുണ്ടാവുന്നത്. പക്ഷെ കഴിഞ്ഞ 4 പ്രാവശ്യം 4 ഗഡു DA കൊടുത്തപ്പോഴും മുൻകാല പ്രാബല്യം ഒന്നും കാണിക്കാതെ DA അനുവദിച്ചു എന്നുള്ള ഒരു ഉത്തരവ് മാത്രമാണ് സർക്കാർ ഇറക്കിയിട്ടുള്ളത്. അങ്ങനെ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് 15% DAയുടെ 187 മാസത്തെ കുടിശ്ശിക, ഒരു ഏകദേശം 20,000 കോടി രൂപ സർക്കാർ ജീവനക്കാർക്ക് നൽകാനുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഈ മാധ്യമങ്ങളെ ഇത് പുറത്തേക്ക് വന്നപ്പോൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രി പോലും ഒരു പത്രസമ്മേളനം വിളിച്ച് അത്തരമൊരു ഉദ്ദേശം സർക്കാരിനില്ല എന്ന് പ്രഖ്യാപിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിൽ എത്തിയിട്ടുണ്ട്. കാരണം കൃത്യമായി പറയുകയും ചെയ്തു, കേന്ദ്രത്തിന് കുറ്റം പറഞ്ഞ 20,000 കോടി കൊടുത്തു തീർക്കാവുന്നേ ഉള്ളൂ, അത് കൊടുക്കില്ലെന്ന് പറഞ്ഞിട്ടില്ല എന്നല്ലേ. ജില്ലാ അധ്യക്ഷൻ KP പ്രശാന്ത്, സെക്രട്ടറി AK അഷ്റഫ്, ട്രഷറർ U സഞ്ജീവ്, സംസ്ഥാന കമ്മിറ്റി അംഗം ജോബി ജോസഫ്, ജില്ലാ ഉപാധ്യക്ഷൻ K സുധീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.